ആദ്യം നമുക്ക് ഇത് എടുക്കാം. എന്നതാണ് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ വലിയ ഇടിയപ്പം ഉണ്ടാക്കണ തട്ട്. അപ്പൊ ഇത് അപ്പാമ്മയുടെ സ്വന്തം സാധനമാണ്. അപ്പൊ നമുക്കിത് ഇങ്ങോട്ട് വെക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, കാലിപ്പട്ടിയാണ്. നമുക്കിത് മാറ്റാം. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് കാണിച്ചു തരാം. എന്തുവാണെന്ന് ഇതിൻ്റെ അകത്ത് ഷേവിങ് സെറ്റും പിന്നെന്താ മോയ്സ്ചറൈസറും ആണ് ഉള്ളത്. വേറെ ഒന്നുമില്ല. തുറക്കണ്ടത് ചേച്ചിയുടെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഇത് എൻ്റെ സ്വന്തം പാത്രമാണ്. കറി കൊണ്ടുപോകാൻ ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് നമുക്ക് മഞ്ഞക്കറിയൊക്കെ കൊണ്ടുപോകാം. എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, ലക്ഷ്മി ബി നായരെന്ന്. ക്യാമറ കാണാവോന്നറിയില്ല. നമുക്കിനി ഈ ബഡാ ബസാറിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് തുറന്നു നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇതൊരു വാങ്ങിച്ചിട്ടുണ്ട്. ബ്രൗൺ പേപ്പറാണിത്. നമുക്ക് ബുക്കൊക്കെ പൊതിയാൻ പറ്റും. ഒരെണ്ണം മാത്രമേ ബാക്കി നമുക്ക് വീട്ടിൽ 5-6 ഇരിപ്പുണ്ട്. 5-6 നല്ല എണ്ണം. പിന്നെ ഇത് വലിയ ബുക്കാണ്. വരയിട്ടതും വരയിടാത്തതൊക്കെ. ഇത് അഭിരാമി ചേച്ചിയുടെ സ്വന്തം ബുക്കാണ്. മാറ്റി വെക്കാം. അടുത്തത് എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബുക്കാണ്. എനിക്ക് എത്ര വേണമെന്ന് അറിയില്ല. പിന്നെ നമ്മളൊരു 4 എണ്ണം വാങ്ങിച്ചു. ഒന്നെടുത്ത് ഒന്ന് ഫ്രീ, അങ്ങനെ 4 എണ്ണം വാങ്ങിച്ചു. പിന്നെ നമുക്ക് അടുത്തത് ഇതെടുക്കാം. ഇത് ബാർബിയുടെ യൂണിക്കോണിന്റെ നെയിം സ്ലിപ്പാണ്, ബുക്കിലെ ഒട്ടിക്കാനായിട്ട്. അടുത്തതായിട്ട് പേനയുടെ കവറാണ് വരുന്നത്. 10 പേന 1600 രൂപ. ചുമ്മാ പറഞ്ഞാണ്. 10 പേനയുണ്ട്. എത്ര രൂപ? 90. പിന്നെ ഞാൻ ഒരു ഇറൈസർ വാങ്ങിച്ചിട്ടുണ്ട്. ആരും അറിഞ്ഞിട്ടില്ല, ഞാൻ സ്വന്തമായിട്ട് എടുത്തിട്ടതാണ്. ഇത് അപ്പാമ്മയുടെ അരിപ്പയാണ് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാൻ. പെൻസിലാണ് 2 സെറ്റ്. പെൻസിൽ ഇത് റബ്ബറാണ് 10 എണ്ണം. എനിക്കിത് ഇവിടെ വയ്ക്കാം. പിന്നെ നമുക്ക് ഇതെടുക്കാം. ഇത് സ്കെയിലാണ്. ഇത് അത്യാവശ്യം സാധനമാണ്. പിന്നെ ഇതൊരു റബ്ബറാണ്. ഇത് എടുത്തിട്ട് ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞു. ചേച്ചി അറിഞ്ഞിരുന്നു. ചേച്ചിയോട് ഞാൻ പറഞ്ഞു. പിന്നെ ഒരു സ്റ്റൈല് ആരുടെയാണെന്ന് പറയുമ്പോൾ ആരാണ്ട് എടുത്തിട്ട് നെക്സ്റ്റ് ഇതാ വീണ്ടും ഒരു പേനയാണ്. ബ്ലൂയിങ് ആണ് ഗൈസ് ഫുള്ള്. പിന്നെ ഒരു കുഞ്ഞു കട്ടറാണ് ഇത്. പിന്നെ അടുത്തത് ഇത് അഭിരാമി ചേച്ചിയോട് ചോദിച്ചിട്ട് ഞാൻ എടുത്തിട്ടതാണ്. കുഞ്ഞു ചേച്ചി മാറ്റിയ, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഇതും വാങ്ങിച്ചിട്ടുണ്ട്. എന്താ ഇതൊരു പേനയാണ്. നമുക്കൊരു വർഷം കഴിഞ്ഞ് യൂസ് ചെയ്യാം. ഇത് ഡബ്ബറല്ല ഗൈസ്. പിന്നെ ഒരു കിറ്റാണ് ബഡാ ബസാറിൽ കിറ്റ്. നമുക്ക് അടുത്തത് സ്കൂളിന്റെ സാധനങ്ങളൊക്കെ തുറക്കാം. ഇതുണ്ടല്ലോ, ഇത് ലഞ്ച് കിറ്റാണ്. സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ ബില്ലാണെന്ന് തോന്നുന്നു, നമുക്ക് ആവശ്യമില്ല. അടുത്തത് പിന്നെ ഞാൻ ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ആഗ്രഹിച്ചു വാങ്ങിച്ചൊരു ചെരുപ്പാണ് ക്രോക്സിൻ്റെ ബ്ലാക്ക് കളറിലെ ചെരുപ്പ്. നല്ല അടിപൊളി ചെരുപ്പാണ്. ഇതിട്ടിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. കണ്ടോ? നമുക്ക് ഈ പെട്ടി മാറ്റി വയ്ക്കാം. പെട്ടിക്കകത്ത് വേറൊരു സാധനവും കൂടെ ഉണ്ട്. ഇത് എന്നതാണ് അറിയാൻ വയ്യ. നോക്കാം. ഇതിൻ്റെ അകത്ത് പിന്നെയും ഗൈസ് ഒരു നെയിം സ്ലിപ്പ്. ഇതെടുത്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് ഒന്നും നമുക്ക് നോക്കി. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. ലാസ്റ്റിൻ്റെ കളി ഒന്ന് നോക്കാം. അതായത് കളറിംഗ് ബുക്കാണ്. ഇതിൻ്റെ അകത്ത് 5 പേജുണ്ട്. ഇതുണ്ട്, ഇത് ഫില്ലിങ് ബ്ലാങ്ക്സ് ഒക്കെ ഉണ്ട്. ഉടുപ്പൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റുന്നത്. ഇനി അടുത്തത് എൻ്റെ സ്വന്തം പൗച്ചാണ്. നല്ല രസമില്ല കാണാൻ. അപ്പോൾ ഇതാണ് പൗച്ച്. പിന്നെ ഇത് നമ്മുടെ തിരുപ്പതി ഭഗവാനാണ്. ഇത് നമ്മൾ ഭീമ ജ്വല്ലേഴ്സ് എന്ന് പറയും. ജ്വല്ലേഴ്സിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതാണ്
മെഡാ ബസാറിന്ന് വാങ്ങിച്ചതാണ് അശ്വതി ചേച്ചിയുടെ ഷോപ്പിന്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താൽക്കാലം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ഐ ലവ് യു, ബൈ.